ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമായ സമയമാണ്. ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ തൊഴിലുണ്ടാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടാനുള്ള ഒരു സാഹചര്യം ഈ 2 മാസങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കേറെ നാളായിട്ടുണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ചില കാർത്തിക നക്ഷത്രക്കാർക്കൊക്കെ വാഹന ഉപയോഗമൊക്കെ കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ എടുക്കുകയോ നിലവിലുള്ളവ മാറ്റി വാങ്ങാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കാണുന്നു. ദീർഘനാളായിട്ടൊക്കെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ളൊരു സമയവും ധനവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മുന്നേറ്റങ്ങളൊക്കെ കാണുന്നു. തൊഴിൽ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഒപ്പം തൊഴിൽ രംഗത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ മുന്നേറാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നു. എന്നാൽ ഈ ഷെയർ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് നഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കേണ്ട സമയമാണ്. ആവശ്യമില്ലാത്ത ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുന്നതാണ്. ഏതിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ധാരാളം പണം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ അറിയാൻ വയ്യാത്ത ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഷെയർ മാർക്കറ്റിൽ പ്രത്യേകിച്ച് അതൊക്കെ നഷ്ടത്തിന് ഇടപെടുത്താനുള്ള സാഹചര്യം കാണുന്നുണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. നിങ്ങൾ ഉന്നത വ്യക്തികളുമായിട്ടൊക്കെ ദൃഢബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ ചിലരൊക്കെ വീട് മാറി താമസിക്കേണ്ട ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വീട്ടുകാരുമായിട്ട് ചില പിണക്കങ്ങൾ മുഖാന്തരമോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ചിലരൊക്കെ വീട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് കർമ്മരംഗത്തൊക്കെ കൂടുതൽ പരീക്ഷണങ്ങളെയൊക്കെ നേരിടേണ്ട സാഹചര്യം കാണുന്നൊരു സമയമാണ്. ചിലരൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാവും. മേലുദ്യോഗസ്ഥർക്ക് വളരെ നല്ല മതിപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾ മാതാവിൻ്റെ ദീർഘനാളായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ സബലീകരിക്കുന്നതാണ്. മാതാവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഉയർച്ചയും ധനലാഭമൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ധനപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഗുണകരമായ സമയമാണ് ഈ 2 മാസങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിൽ ദീർഘനാളായിട്ട് പ്രശ്നമുണ്ടായിരുന്നതൊക്കെ മാറി സമാധാന അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ്. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ്. മാർഗ തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ ഒരുവിധം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന പല ആവശ്യങ്ങളും സബലീകരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. ചില വേളകളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ മുഖാന്തരം ഒക്കെ ചില യാത്രകളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യം കാണുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങളുടെ മുൻകോപമൊക്കെ നിയന്ത്രിച്ചില്ല എങ്കിൽ പലവിധ വിപത്തുകളും ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് മുൻകോപം കൊണ്ട് നിങ്ങൾക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് തൊട്ടടുത്ത അവർക്ക് ഏറ്റവും അടുത്തൊരു ബന്ധു അകാല മൃത്യുവിലേക്ക് വളർന്ന സാഹചര്യം കാണുന്നുണ്ട്. അങ്ങനെ ബന്ധുവിൻ്റെ വിയോഗം നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെ ധാരാളം സങ്കടങ്ങൾ വേദന ഉണ്ടാക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്.
ചില ബന്ധുക്കളാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾ, എല്ലാവർക്കും അല്ല, ചില കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്ന ചില ബന്ധുവിൻ്റെയൊക്കെ കാര്യത്തിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള ചില അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. പുതിയൊരു ഉണർവും ഉന്മേഷവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് തൊഴിൽ അന്വേഷകർക്കൊക്കെ പുതിയ തൊഴിൽ സാധ്യതയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ദീർഘനാളായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാതിരുന്നവർക്കൊക്കെ തൊഴിലിലെ അനുമതി പത്രം, പ്രവേശനം, അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലർക്കൊക്കെ വിദേശ ജോലിക്കുള്ള യോഗം കാണുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഇതിലെടുത്തു പറയേണ്ടത് 5, 7, 10, 12, 15, 19, 24, 27, 30 എന്നീ തീയതികൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. നല്ല കാര്യങ്ങളൊന്നും ഈ തീയതികളിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിക്കണം. അവിടെ എള്ള് കിഴി കഴിക്കുക, എള്ള് പായസം നിവേദിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിച്ചിട്ട് തുളസിമാല ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും ഗുണകരമാണ്. നിങ്ങൾ ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒപ്പം തൊഴിലുള്ള മേന്മകളൊക്കെ ഒരുവിധം ഗുണകരമായിട്ട് മാറുന്നതാണ്. മാനസിക പ്രയാസങ്ങൾക്കൊക്കെ ബുധനാഴ്ച കൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ചു കഴിഞ്ഞാൽ അതിലും കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ്. ഒപ്പം ബുധനാഴ്ച പച്ച നിറത്തിലുള്ള ബുധനെ പ്രസാദിപ്പിക്കാനായിട്ട് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണകരമായിട്ട് കാണുന്നു. ഇങ്ങനെയൊക്കെ പോയാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. വലിയ പേടിക്കേണ്ട കാര്യങ്ങളില്ല. ബന്ധുക്കളുടെ വിയോഗം അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ കണ്ടാൽ മതി. എന്നാലും ചില ബന്ധുക്കളെയൊക്കെ ചില കാര്യങ്ങളിൽ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മദ്യപാനം അല്ലെങ്കിൽ പുകവലി അല്ലെങ്കിൽ മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെയൊക്കെ ഒന്ന് ഉപദേശിച്ച് നേർവഴിക്ക് നടത്താൻ പറ്റിയാൽ അത് ഗുണകരമായിരിക്കും. എന്തുതന്നെയായാലും ഭഗവാന്റെ കാരുണ്യത്താൽ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ സജഷൻസും റിക്വസ്റ്റൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.